എന്തായിരുന്നാലും ഇനിയിപ്പം വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയിലേക്ക് പോകാം അല്ലേ? അതെ അതെ. നെടുങ്കണ്ട മുണ്ടിയെരുമയെ കുറിച്ച് അവിടെ ഒരു ജാഡ്വൈൻ വസന്തം, ജാഡ്വൈൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. സാധാരണ കേരളത്തിൽ അത് അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ്. മുണ്ടിയെരുമ ഹാജിയാർപടിയിലുള്ള ഹാഷിം മൊയ്തീൻ്റെ റാവുത്തറുടെ വീട്ടിലാണ് ഈ ജാഡ്വൈൻ പുഷ്പങ്ങൾ ഒരു ദൃശ്യവിരുന്ന് നൽകിയിരുന്നത്. നിങ്ങൾക്കും ആ ദൃശ്യവിരുന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്നറിയാം. അപ്പോൾ ആ ദൃശ്യവിരുന്നിലേക്ക് നമുക്ക് പോവാം. കട്ടപ്പന ലബക്കടയിലുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് ഇവ എത്തിച്ചത്. ജാഡ്വൈൻ ചെടി പന്തൽ നിർമ്മിച്ച് അതിലൂടെയാണ് പടർത്തി വിടുന്നത്. നീല ഓറഞ്ച് നിറമുള്ള ജാഡ്വൈൻ ചെടികളാണ് ഹാഷിമിന്റെ തോട്ടത്തിലുള്ളത്. ഓറഞ്ച് നിറമുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂവിട്ടിരുന്നു. 600 രൂപയാണ് ഒരു ചെടിക്ക്. ഓൺലൈനിൽ ഇവ 900 മുതൽ 950 രൂപ വരെയാണ്. ഏകദേശം 2 വർഷത്തെ പരിപാലനം വേണ്ടി വന്നു പൂവിടുന്നതിന് വേണ്ടി. ചെടിയുടെ സ്വദേശം ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസിലെ ഉഷ്ണമേഖലാ വനങ്ങളിലാണ് ഇവ പൊതുവായി കണ്ടുവരുന്നത്. ജാഡ്വൈൻ എന്ന് പറയുന്നത് ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു പ്ലാന്റ് ആണ്. ഫിലിപ്പീൻസിലെ കാടുകളിൽ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മളിത് ഇതിൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു കളറാണ്. നീലയോ അല്ല പച്ചയോ അല്ല, നമുക്ക് അങ്ങനെയൊന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ളൊരു വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ്. നമ്മൾ അത് ശരിക്കും കഴിഞ്ഞാൽ പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി പിടിച്ച് നോക്കും, ഇത് ഒറിജിനൽ ആണോ അല്ലയോ. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത് പോയി പിടിച്ചു നോക്കിയിട്ടുണ്ട്, ഇത് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി. പല വിദേശങ്ങളിലും ഇവ അലങ്കാര സസ്യമാണ്. ജാഡ്വൈൻ ഭക്ഷ്യയോഗ്യമാണ്. ഫിലിപ്പീൻസിൽ ഇത് പച്ചക്കറിയായി ഉപയോഗിക്കാറുണ്ട്. സ്ട്രോങ് ലോഡോൺ മാക്രോബോട്രീസ് എന്നാണ് ശാസ്ത്രീയ നാമം. ഇതിന്റെ ഫാമിലി ഫാബേസി എമറാൾഡ് വൈൻ, ടർക്കോയിസ് ജേഡ് വൈൻ എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട്. ഹൈറേഞ്ചിലെ കാലാവസ്ഥ ജാഡ്വൈൻ ചെടികൾക്ക് അനുകൂലമാണെന്നാണ് ഹാഷിം പറയുന്നത്. നമ്മൾ ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അയച്ചു തരുന്നതാണ്. അതുപോലെ നഴ്സറി ഇവിടെ ഉണ്ട്. മുണ്ടിയിരുമ ചിന്താന്തികൊണ്ട് അടിക്കട്ടെ അൽഫല ഗാർഡൻസ് എന്ന് പറഞ്ഞ നഴ്സറി ഉണ്ട്. അതുപോലെ തന്നെ ആമസോണിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അൽഫല ഗാർഡൻസ് കിട്ടും. നിങ്ങൾക്ക് അതിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ്. ഇതിനു മുമ്പും അപൂർവങ്ങളായ ചെടികൾ ഇവിടെ പൂവണിഞ്ഞിട്ടുണ്ട്. യോഗനാഥം ന്യൂസ്, ഇടുക്കി.